ഇതാണ് ദൈവത്തിന്റെ നീതി. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് മനുഷ്യർ ചെയ്യുന്ന സകല അനീതിയെയും ദൈവം തന്നെ ഏറ്റെടുത്ത് അതിനെ പരിഹാരം ചെയ്ത് അതിനെ നീതീകരിക്കുകയാണ്. യേശു കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ട അന്ന് നടന്ന ഒരു സംഭവത്തെ ഞാൻ നാടകീയമായിട്ട് അവതരിപ്പിക്കട്ടെ. യേശുവിന്റെ കൂടെ രണ്ടുപേർ കുരിശിൽ കൊല്ലപ്പെട്ടു. അതോടൊപ്പം മറ്റൊരാളെയും കൂടി കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ജയിലിൽ കിടക്കുകയാണ്. അയാൾ സമയം നോക്കിയിരിക്കുകയാണ്. ഏതാനും നിമിഷത്തിനകം അയാളെ കൊല്ലും. ആരാച്ചാരന്മാർ വരും. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മുട്ടുകേട്ടു. ഇതാ തന്നെ കൊല്ലാൻ വരുന്ന ആരാച്ചാരൻ വന്നിരിക്കുന്നു എന്ന് വിചാരിച്ച് ഇയാൾ കഥ തുറന്നു, അല്ലെങ്കിൽ അവർ കഥ തുറന്നു. അപ്പോൾ ഇയാൾ തീരുമാനിച്ചു, ദൈവമേ, ഇപ്പോ എന്റെ സമയം കഴിഞ്ഞു. ഇതാ ഇനി ഏതാനും നിമിഷത്തിനകത്ത് ഇവരെന്നെ കുരിശിൽ തെറിച്ച് കൊല്ലും എന്ന് വിചാരിച്ചിരിക്കെ നോക്കുമ്പോൾ ആരാച്ചാരനല്ല വന്നിരിക്കുന്നത്, ജയിലിന്റെ സൂപ്രണ്ടന്റ് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, KP ബറബ്ബാസ് 330 നമ്പർ, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. എന്നെ വെറുതെ വിട്ടിരിക്കുന്നു, നിങ്ങൾ കളിയാക്കാണ്. ഈ മരിക്കണ സമയത്ത് തന്നെ തമാശ പറയാം. ഇല്ല, this is your order of freedom. അയാൾ ഉടനെ അവന്റെ വിലങ്ങൾ അയച്ചു. എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കീഴ്ക്കോടതി മേൽക്കോടതി എല്ലാം എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ എന്താ എന്നെ വെറുതെ വിട്ടിരിക്കുന്നത് പറയുന്നത്? വരവി പുറത്തിറങ്ങി നോക്കും. ആ മലയിലേക്ക് നോക്കും. ആ മലമുകളിൽ 3 കുരിശുകൾ നീ കാണുന്നില്ലേ? ആ 3 കുരിശുകളിൽ 2 വശത്ത് കിടക്കുന്നത് നിന്റെ സുഹൃത്തുക്കളാണ്. നടുവിൽ കുരിശിലാണ് നീ തൂക്കിക്കൊല്ലപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ നിനക്ക് പകരം നിന്റെ കുറ്റങ്ങളുടെ ശിക്ഷയും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരുവൻ നിനക്ക് പകരം മരിച്ചിരിക്കുന്നു. നിന്നെ സ്വതന്ത്രമായി വിട്ടിരിക്കുന്നു. എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരാണത്? അതാണ് നസ്രായനായ യേശു ക്രിസ്തു. എന്റെ പാപങ്ങളും എന്റെ ശിക്ഷയും ഏറ്റെടുത്തുകൊണ്ടിരിക്കുവാൻ. ദൈവമേ, ഇതാണ് സംഭവിച്ചത്. എനിക്കെപ്പോഴും തോന്നാറുള്ളത്, ഞാനും ആ ബറബ്ബാസിനെ പോലെ ഒരാളാണ്. ഞാനും ഒരു മഹാപാപിയാണ്. പക്ഷെ എന്റെ പാപങ്ങൾ പിടിക്കപ്പെട്ടിട്ടില്ല. ബറബ്ബാസിന്റെ പാപങ്ങൾ പിടിക്കപ്പെട്ടു. നമ്മൾ പിടിക്കപ്പെട്ടവരെയും പിടിക്കപ്പെടാത്തവരെയും ആദം മുതലുള്ള സകലരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, അതാണ് ഒരുവന്റെ പാപം മൂലം സകലരും പാപികളായെങ്കിലും മറ്റൊരുവന്റെ നീതിയിലൂടെ സകലരെയും രക്ഷിക്കുന്ന രഹസ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ അന്ത്യവിധിയിൽ നമുക്ക് കിട്ടാനിരിക്കുന്ന ആ സ്വർഗീയ രാജ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ അന്ത്യവിധിയിൽ നീതിമാന്മാരെല്ലാവരും നല്ല വിത്തുകൾ ശേഖരിക്കപ്പെട്ടു. എന്നാൽ നീതിരഹിതർ അവരുടെ ഉയർത്തെഴുന്നേറ്റ് ശരീരവും ആത്മാവും കൂടി ചേർന്ന് അവർ നിത്യനരകത്തിൽ നശിപ്പിക്കുന്നത്. നീതിമാന്മാർ അവരുടെ ഉയർത്തെഴുന്നേറ്റ ശരീരവും ആത്മാവോടും കൂടി ചേർന്ന് ദൈവത്തെ പോലെ മാലാഖമാരെ പോലെ ഇതാ പുതിയ ജെറുസലേമിലേക്ക്, പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രവേശിക്കുന്നു. അതാണ് അടുത്ത പോയിന്റ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും. സമയത്തിന്റെ പരിസമാപ്തിയിൽ ദൈവരാജ്യം അതിന്റെ പൂർണ്ണതയിലെത്തും. സർവാധിക ശക്തി, സാർവത്രിക വിധിക്ക് ശേഷം നീതിമാന്മാർ ശരീരത്തിലും ആത്മാവിലും, മനസ്സിലായി ഇല്ലേ? നമ്മൾ തുടക്കം മുതലേ ഡെവലപ്പ് ചെയ്ത ശരീരത്തിന്റെ ഉയർപ്പ്, ശരീരത്തിലും ആത്മാവിലും മഹത്വീയതരായി
ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഭരിക്കും. പ്രപഞ്ചം മുഴുവനും നവീകരിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യവംശത്തെയും ലോകത്തെയും രൂപാന്തരപ്പെടുത്തുന്ന നിഗൂഢാത്മകമായ ഈ നവീകരണത്തെ വിശുദ്ധ ഗ്രന്ഥം പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് വിളിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ക്രിസ്തുവിൽ പുനഃപ്രതിഷ്ഠിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ സുനിശ്ചിതമായ സാക്ഷാത്കാരമായിരിക്കും. അപ്പോ വിശ്വാസ പ്രമാണത്തിന്റെ അവസാനത്തെ 2 വരികളുടെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. എന്താ? ശരീരത്തിന് ഏർപ്പെടുന്നതുമായ ഞാൻ വിശ്വസിക്കുന്നത്. ഇത് കുറച്ചുകൂടി ആഴമായി നിങ്ങൾ പഠിക്കണം. ആ ബോധത്തോടുകൂടി, ആ വിശ്വാസത്തോടുകൂടി ഈ വരുന്ന ഈസ്റ്റർ വിജിലിൽ നമ്മുടെ മാമോദീസ നവീകരിക്കണം. ആ വിശ്വാസത്തോടുകൂടി ഇന്ന് നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ ഓരോ പ്രാർത്ഥനകളും ഇതിനെ ശരിവെക്കുന്നതായിട്ടും ലാസർ ഉയർത്തെഴുന്നേറ്റ പോലെ അന്ത്യദിനത്തിൽ വരാനിരിക്കുന്ന ഉയർപ്പിന്റെ മുന്നാസ്വാദനം ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ രഹസ്യങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കിക്കൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ തീർത്ഥാടനത്തിൽ ഞങ്ങളെ നയിക്കണം. നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇനി നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹമാകാവുന്ന 2-3 വീഡിയോ, ചെറിയ അനിമേഷൻ ഫിലിം കാണിക്കാൻ പോവുകയാണ്. ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യാം. പ്ലീസ് സീ ദാറ്റ്.